മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നും നമ്മൾ അറിയുന്നത്. അതായത് അവളൊപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ഓരോന്ന് എടുക്കാണ്ട് അത് ഇതൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഇവൻ പറഞ്ഞത് അതായത് ജോലിയില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറഞ്ഞു, എൻ്റെ ജോലി കണ്ടിട്ട് എൻ്റെ ഒപ്പം വരണ്ട കേട്ടോ, ഇത് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കും. അതിനോട് കഠിനാധ്വാനം ചെയ്യുന്നു. അതങ്ങനെ. പിന്നെ ഇവർക്ക് സൗന്ദര്യമില്ല, ഇവള് തടിയില്ല. അത് പറഞ്ഞ് ഇവൻ്റെ ബൈക്കിനും കൂടി കയറ്റി കൊണ്ടുപോകില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 കൊല്ലമായി. എന്ത് ടൂറ് ജസ്റ്റ് ഒന്ന് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തേക്ക്, അതുവരെ എൻ്റെ കുട്ടി അറിഞ്ഞില്ല. എൻ്റെ വേറെയുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക്. പിന്നെ എങ്ങനെ ടൂർ നടപടി വേണം നമ്മുടെ ആവശ്യം, ശക്തമായ നടപടി. എൻ്റെ കുട്ടീനെ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അവന് വധശിക്ഷ വരെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. അതാണ്, എന്നാലേ എനിക്ക് നീതി കിട്ടുള്ളൂ. ഇനി സമൂഹത്തിന് ഒരു പാടായിട്ട് മാറണത്. ഇവനൊക്കെയാണ് മറ്റേ സ്റ്റാഫ് നഴ്സായിട്ട് രോഗികളെ പരിചയിക്കേണ്ട, എത്രയും ഇതില് രോഗികളായിട്ട് ഇടപെടണ്ടേ, സമൂഹമായിട്ട് ഇടപെടേണ്ട. ഇവനൊക്കെ ക്രിമിനൽ, ഇത്രയും ക്രിമിനലിനെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് ഈ